ഹലോ ഗേസ്, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് സങ്കടം തരുമെന്ന് തോന്നുന്ന കുറേ മനുഷ്യന്മാർക്കിടയിൽ അങ്ങനെ മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. എനിക്ക് ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. ഇന്ന് എൻ്റെ മകൻ്റെ പിറന്നാളാണ്. പോരാഞ്ഞിട്ട് ഈ ഇരിക്കുന്ന മനുഷ്യൻ്റെ ബർത്ത്ഡേയും. ഞങ്ങൾ അമ്പലത്തിൽ കയറി വഴിപാടൊക്കെ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണിത്. അത് കഴിഞ്ഞ് നേരെ പെട്രോൾ പമ്പിൽ വന്നു, പെട്രോളൊക്കെ അടിച്ചു, ഓയിലൊക്കെ അടിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ജ്യൂസ് കടയിൽ കയറി ജ്യൂസ് കുടിച്ചു. ഇതൊക്കെ കഴിയുമ്പോഴും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല ഇനി അങ്ങോട്ട് എന്നെ കാത്തിരിക്കുന്നത് മുഴുനീളം വള്ളിയാണെന്നുള്ള കാര്യം. ബർത്ത്ഡേക്ക് ഗിഫ്റ്റൊന്നും വാങ്ങി കൊടുക്കാത്തത് കൊണ്ട് ലവിൻ്റെ കട്ട്ലേറ്റ് തന്നെ വാങ്ങി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. സംസാരിച്ച് പോകുന്നിടയ്ക്ക് സർപ്രൈസ് പോലെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇന്ന് കാണാൻ കൊള്ളാമെന്ന്. ഇതിൽ വലിയ സന്തോഷമൊന്നും ഇന്ന് ഇയാൾക്ക് കിട്ടാനില്ല. കാര്യം എന്നോട് എപ്പോഴും പരാതി പറയുന്ന പോലെ പറയും, ലോകത്തുള്ള എല്ലാവരും പറഞ്ഞാൽ പോലും ആ ഒരു കാര്യം ഞാൻ അംഗീകരിക്കാറില്ലെന്ന്. ഇന്ന് ഞാനത് അംഗീകരിച്ചു കൊടുത്തു. അതിനുള്ള സന്തോഷത്തിലാണ് ഈ ചിരിയും ഈ സംസാരവും. ഈ ഒരു കാര്യം ഒന്ന് വീതം 3 നേരം ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ കൂടി ഫുഡ് കഴിക്കാതെ എത്ര നേരം വേണമെങ്കിലും നിധി ഇരുന്നോളൂ. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഈ വഴിയിലൂടെയാണോ അവർ നടന്നു പോകുന്നതെന്ന്. ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 1.25 വ്ലോഗ്. ആ 1.25 വ്ലോഗിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? 1 ഞാനും, 1/2 എൻ്റെ മോനും, 1/4 എൻ്റെ ഇളയ മകനും. അങ്ങനെ 1ഉം 1/2യും 1/4 കൂടി ചേർന്ന 1.25 വ്ലോഗുകാർ ഒരു പരാതി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വഴിയില്ല, വഴി തരണം. ഞങ്ങൾ പഞ്ചായത്തുകാരോട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ വഴിയുടെ ഒരു കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ആ വഴി കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ കുറേ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ വഴി ഏകദേശം റെഡിയാവാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ വഴി വെട്ടുന്ന സ്ഥലം കാണാനായിട്ട് പോവുകയാണ് അടുത്തതായിട്ട് ഞങ്ങൾ. ഇതിനിടയ്ക്ക് നിങ്ങൾ വേറൊരു കാര്യം കണ്ടില്ലേ? കുറച്ച് ആൾക്കാർ കസേരയിലിരിക്കുന്നത്. അതൊരു മരിപ്പ് വീടാണ്. ആ ഒരു മരിപ്പ് വീട്ടിൽ ഞാൻ ഇത്തിരി സ്ലോ ആയിട്ടാണ് ആ വീഡിയോ കാണിച്ചിരിക്കുന്നത്. ഒരു ബ്രൗൺ സാരിയും ബ്ലാക്ക് ബ്ലൗസും ഇട്ട് നടന്നു വന്നൊരു വ്യക്തിയെ കണ്ടു. അതാണ് എൻ്റെ അമ്മ. അമ്മയുണ്ടാക്കിയ പൂവിലാണ് ഇന്നത്തെ കഥ. അമ്മ ഇവിടുന്ന് കോട്ടയത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ പോയതിന് തൊട്ട് പുറകെ ഞങ്ങൾ ആ വഴി വെട്ടുന്ന സ്ഥലത്തേക്ക് കാണാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങ് ചെല്ലുമ്പോൾ ഫുള്ള് കാടാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പായതുകൊണ്ട് ഏത് കാടും പടലും വെട്ടിയിട്ടാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വഴി നമുക്ക് വേണം എന്നുള്ളത് കൊണ്ട് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന പണിക്കാരെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകും തോറും ഈ കാടൊക്കെ മാറ്റി അകത്തേക്ക് ചെല്ലുമ്പോൾ വളരെ ഭംഗിയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു തോടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ വഴിയിലൂടെ ആരും നടക്കാറൊന്നും ഇല്ലെന്ന്. എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഒരു 5, 6 ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ വഴിയിലൂടെയൊക്കെ ഞങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറം കുളമുണ്ട്, അതിൻ്റെ അപ്പുറം ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന നല്ല നല്ല ലൊക്കേഷൻസും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ കണ്ടു, ആദ്യമേ കണ്ട കാട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് നല്ല പ്ലെയിനായിട്ട് തന്നെ കിടക്കുക. കുറേ കുഞ്ഞു തോടുകളും നല്ല നല്ല മീനുകളും എല്ലാം ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ കുറേ കിളികളുടെ സൗണ്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ മാത്രമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഈ വഴി ആൾക്കാർ ഇപ്പോൾ നടക്കാത്തതിൻ്റെ മെയിൻ ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദുർമരണങ്ങൾ ഇവിടെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് പേടിയും ഭയവും കാരണം പിന്നീട് ആൾക്കാർ അങ്ങോട്ട് പോവാതെയായിട്ടാണ് ഈ വഴി മൊത്തം ഇങ്ങനെ കാട് പിടിച്ച് ആർക്കും പോകാൻ പറ്റാത്ത ഒരു ജനവാസ യോഗ്യമല്ലാത്തൊരു സ്ഥലം പോലെ കിടക്കുന്നത്. ഇതെല്ലാം വെട്ടിത്തെറിച്ച് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ആ ഏരിയയിലേക്ക്, അതായത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി റോഡ് വരും. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വേണ്ട ഈ മൃഗങ്ങൾക്കും ജീവികൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ മുൻകൂട്ടി അറിയാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ അവൻ എന്നെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. നീ നടന്ന് പൊക്കോടി, നിനക്കൊരു വള്ളി കാത്തിരിപ്പുണ്ട് എന്നും പറഞ്ഞ് അവൻ തിരിഞ്ഞു പോയി. നിങ്ങളിപ്പോൾ പറയും ഒന്ന് പോയേടി, നിന്റെ പ്രശ്നമൊക്കെ ആട് കണ്ടുപിടിച്ചെന്നോ? ഞാനത് ചുമ്മാ വ്ലോഗിൽ പറഞ്ഞതാട്ടോ. ഞാനിപ്പോൾ വീണ്ടും റോട്ടിലേക്ക് നടക്കുന്നത് എൻ്റെ വാവയെ സ്കൂൾ ബസ്സിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് അമ്മയില്ലാത്തതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. സാധാരണ ഇതെല്ലാം അമ്മയാണ് കേട്ടോ ചെയ്യാറ്. അവനിപ്പോൾ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വരും. ആദ്യമേ തന്നെ ചോദിക്കുന്നത് ലതികാമ്മ എവിടെയെന്നാണ്. ഇപ്പം ഏകദേശം സമയം ഒരു 3:45, 4 മണി ആയിട്ടോ. ആ സമയത്താണ് അവൻ്റെ സ്കൂൾ ബസ് വരാറ്. ഇപ്പോഴാണ് നമ്മുടെ കഥാപാത്രത്തിൻ്റെ വരവ്, നമ്മുടെ ലതികാമ്മ. 12 മണിക്ക് ഇവിടുന്ന് കോട്ടയത്തേക്ക് പുറപ്പെട്ട അമ്മ 4 മണിയായിട്ടും കോട്ടയത്ത് എത്തിയിട്ടില്ല. പേഷ്യൻറ്റിനെയും കണ്ടിട്ടില്ല. ഇതിലേറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ അമ്മ അവിടെ എത്തിയില്ല എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളിങ്ങോട്ട് വിളിച്ച് പറയുകയും ചെയ്തു. അമ്മയാണെങ്കിൽ ഫോൺ എടുക്കാതെയാണ് പോയേക്കുന്നത്. വേറൊരു കാര്യം, അമ്മയ്ക്ക് ഞങ്ങളുടെ ആരുടെ നമ്പരും അമ്മയ്ക്ക് അറിയത്തില്ല. ബർത്ത്ഡേക്കാരൻ്റെ ഗിഫ്റ്റും പൊതിഞ്ഞ് ഞാനും വാവയും അമ്മയെ നോക്കി ഇരിപ്പായി. സമയം ഏകദേശം അതിക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ചിരിയും കളിയൊക്കെ അങ്ങ് മാറി. എല്ലാം സീരിയസ് ആയി. ഇവിടുന്ന് പോയ ആൾ പുറപ്പെട്ട് കോട്ടയത്ത് നിന്ന് തിരികെ വന്ന് വീണ്ടും അവിടെ പോയി തിരിച്ചു വരേണ്ട സമയമായിട്ടും എൻ്റെ അമ്മ ഇത്രയും നേരമായിട്ടും കണ്ടിട്ടില്ല. സംഭവങ്ങളെല്ലാം മാറി, പ്രശ്നമൊക്കെ സീരിയസ് ആയി. ഈ ഫോട്ടോ ഞാനിപ്പോൾ കാണിക്കാൻ കാരണം ഈ ഒരു ഫോട്ടോയാണ് കൺട്രോൾ റൂമിൽ എല്ലായിടത്തേക്കും പോയിരിക്കുന്ന ഒരു ഫോട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ചോദിച്ച് ബഹളമായി, പ്രശ്നമായി, എവിടെ പോയി എന്നറിയാൻ പാടില്ല. വല്ലാത്തൊരു സിറ്റുവേഷൻ. ദേണ്ടടാ, പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു ഓട്ടോയുടെ സൗണ്ട്. ചെന്ന് റോട്ടിൽ നോക്കിയപ്പോൾ എൻ്റെ അമ്മ ഒന്നും അറിയാൻ മേലാത്ത പോലെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയുക, മൊബൈൽ ഫോൺ എടുക്കാൻ മറന്നുപോയി, വാർഡ് ഏതാണെന്ന് ചോദിക്കാനും മറന്നുപോയി. മെഡിക്കൽ കോളേജിൽ പോയ ഒരാൾ കാണിച്ച അക്കിടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. അത്രയും നേരം ആദ്യം പിടിച്ചിരുന്ന നമ്മളാരായി? എന്നിട്ട് അമ്മയുടെ ഒരു ചോദ്യം,
എന്നെ ഒരു 9 മണി വരെ കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും അറിയിച്ചാൽ പോരായിരുന്നോ? ഞങ്ങൾ ആരും മറുപടി കൊടുത്തില്ല. എന്നിട്ട് ഞങ്ങൾ പോകുന്നത് ബർത്ത്ഡേക്കാരൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ്. ബർത്ത്ഡേക്കാരൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാര്യം സർപ്രൈസ് ആയിട്ട് കിട്ടിയ കേക്കിൽ ബർത്ത്ഡേക്കാരൻ്റെ ഫോട്ടോയാണ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ കൂടെ നിൽക്കുന്ന മകനോ അതിലും വലിയ സങ്കടത്തിലാണ്. അവൻ്റെ ബർത്ത്ഡേക്ക് പ്രിന്റ് ചെയ്ത കേക്ക് ഇല്ലല്ലോ എന്നൊരു വിഷമത്തിൽ. അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ഫോട്ടോ ഞാൻ മുറിക്കാൻ സമ്മതിക്കില്ല, ഞാൻ വേറെ കേക്ക് ഞാൻ വേറെ വാങ്ങിത്തരാം എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഈ ആംബിയൻസും ഈ ഒരു സെറ്റപ്പും കണ്ടിട്ട് ഏകദേശം ഒരു രംഗണ്ണ മോഡൽ കേക്ക് കട്ടിങ് ആണോ ഇനി ഫ്രണ്ട്സ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഞാൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കേക്ക് അങ്ങ് കീറി മുറിക്കാം. ഇല്ല, എൻ്റെ ഫേസിലൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല, നമുക്ക് ആ കാൽഭാഗം തന്നെ അങ്ങ് മുറിച്ചെടുക്കാം. അങ്ങനെ ബലപ്രയോഗത്തിനൊടുവിൽ ആ കാലിൻ്റെ സൈഡ് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. പക്ഷേ എന്ത് തീരുമാനിച്ചാലും ഞാൻ പിൻവാങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മകൻ അച്ഛൻ്റെ ഫേസ് തന്നെ എടുത്ത് അങ്ങ് വായിലേക്ക് വെക്കുന്ന ഒരു കട്ടായം കൂടി നിങ്ങൾക്കിപ്പോൾ കാണാം. അവിടെ റാന്തലിൽ ചായ കുടിക്കാനും ചുമ്മാ ഇരിക്കാനും വന്ന ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടാകും, ദൈവമേ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഇവരൊന്ന് പോയാൽ മതിയായിരുന്നെന്ന്. അത്രയ്ക്ക് ബഹളം. അതിനുശേഷം ഒന്ന് റിലാക്സ് ആവാൻ ഞങ്ങൾ പാർക്കിലേക്കൊന്ന് കയറി. എത്ര സന്തോഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇച്ചിരി മുന്നേ കിട്ടിയ ആ ഒരു ടെൻഷൻ കാരണം അതങ്ങോട്ട് നല്ലപോലെ എൻജോയ് ചെയ്യാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സ്ഥലത്തിന് ഞങ്ങളെല്ലാവരും പറയുന്നത് ഞങ്ങളുടെ പാർക്കെന്നാണ് കേട്ടോ. നിങ്ങളപ്പോൾ ചോദിക്കും, ഇതാണോ പാർക്ക്? അതെ, ഇതാണ് ഞങ്ങളുടെ പാർക്ക്. ഇവിടെയാണ് ഭൂരിഭാഗം ആൾക്കാരും ഒരു ഈവനിങ് ടൈം തൊട്ട് ഒരു 12 മണി വരെ വന്നിരിക്കുന്നതും നടക്കുന്നതുമായിട്ടുള്ള സ്ഥലം. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വന്നത് റെസ്റ്റോറൻറ്റിലാണ്. ഇതിന് ഞങ്ങൾ വള്ളക്കട എന്നാണ് പറയാറ്, പക്ഷേ ഇതിന് ഷെഫ് കസിൻസ് എന്നാണ് കേട്ടോ ഒറിജിനൽ നെയിം. പിന്നീട് അത് കഴിഞ്ഞ് നേരെ വന്ന് പച്ചക്കറി കടയിൽ കയറി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി. പിന്നീട് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഞാനൊരു വൈരാഗ്യയെ ഗൃഹസ്ഥനാക്കിയ ഏർപ്പാടാണ്. നോക്കിക്കേ, എത്ര പവറിട്ട് നടന്നൊരു മനുഷ്യനാ. ഇപ്പോൾ ഈ ചെറിയ കിറ്റ് മാത്രമല്ലേ നിങ്ങൾ കണ്ടുള്ളൂ, ചാക്ക് വരെ ഞാൻ എടുപ്പിക്കും. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകും.